Okay, second semester OT and AT Limited Nursing Unit 2 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. Question number 1, personal hygiene in patients is essential mainly to എന്തിനാണ് personal hygiene essential? Maintain health and prevents disease ആണ്. Answer B ആണ്. Which factor affects poor personal hygiene in a patient? എന്താണ് personal hygiene മോശമാണെന്ന് അറിയാനുള്ള ഒരു സൂചന എന്താണ്? Answer B ആണ്. ബോഡി ഓർഡർ. ബോഡിയിൽ നിന്ന് സ്മെല്ല് വരികയാണെങ്കിൽ അതിൻ്റെ അർത്ഥം പേഷ്യൻ്റെ ഹൈജീൻ വളരെ മോശമാണെന്നാണ്. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് ബിഫോർ എനി ഹൈജീൻ പ്രൊസീജിയർ. ഒരു ഹൈജീൻ പ്രൊസീജിയറിന് മുമ്പ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം നമ്മൾ ചെയ്യേണ്ട ഹാൻഡ് ഹൈജീനാണ്. നമ്മൾ കൈ വാഷ് ചെയ്യണം. കാരണം ഇൻഫെക്ഷൻ ട്രാൻസ്മിഷൻ പ്രിവെൻറ്റ് ചെയ്യാനാണ്. ബെഡ് പേഷ്യൻസ് റിക്വയർ അസിസ്റ്റൻസ് മെയിൻലി ഡ്യൂ ടു. ബെഡ് പേഷ്യൻസിന് അസിസ്റ്റൻസ് എന്തിനാണ് വേണ്ടുന്നത്? അവർ ഇമ്മൊബൈലായിട്ട് കിടക്കുകയാണ്, അനങ്ങാതെ കിടക്കുകയാണ്, അതുകൊണ്ട് അസിസ്റ്റൻസിൻ്റെ ആവശ്യമുണ്ട്. ആൻസർ ബി ആണ്. വിച്ച് ഹൈജീൻ ആക്ടിവിറ്റീസ് ഡൺ ഡെയിലി? എല്ലാ ദിവസവും ചെയ്യേണ്ട ഹൈജീൻ ആക്ടിവിറ്റി എന്താണ്? ആൻസർ ബി ആണ്, ഹാൻഡ് വാഷിംഗ്. പ്രഷർ അൾസേഴ്സ് ആർ പ്രൈമർലി കോസ്ഡ് ബൈ. പ്രഷർ അൾസർ വെച്ചെന്നാണ് പേഷ്യൻ്റ് ഇങ്ങനെ അനങ്ങാതെ കിടക്കുമ്പോൾ ഒരേ സ്ഥലത്ത് തന്നെ പ്രഷർ വന്നിട്ട് തൊലി പൊട്ടുന്നതിനാണ് പ്രഷർ അൾസർ എന്ന് പറയുന്നത്. ആൻസർ ബി ആണ്, കണ്ടിന്യൂസ് പ്രഷർ. സ്റ്റേജ് 1 പ്രഷർ അൾസർ ഷോസ്. സ്റ്റേജ് 1 പ്രഷർ അൾസർ വെച്ചെന്താണ്? ആദ്യം അൾസർ ഉണ്ടാകുന്നതിന് തുടക്കത്തിലുള്ള ഇൻഡിക്കേഷൻ വെച്ച് അവിടെ ആദ്യം റെഡ് കളർ ആവും. ആൻസർ ബി ആണ്, റെഡ്നെസ്. ഷിയറിംഗ് ഫോഴ്സ്. ഷിയറിംഗ് വെച്ച് ഇങ്ങനെ വലിഞ്ഞ് സ്കിൻ പൊട്ടുന്നതിനാണ് ഷിയറിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പം ഡീപ്പ് ടിഷ്യൂ ഇഞ്ചുറി വരുമ്പോഴാണ് അതിന് ഷിയറിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പം അതിങ്ങനെ വലിഞ്ഞുള്ള ഇഞ്ചുറി ഉണ്ടാകുന്നതിന് ഷിയറിംഗ് എന്ന് പറയുന്നത്. അപ്പം ആൻസർ ബി ആണ്, ഡീപ്പ് ടിഷ്യൂ ഇഞ്ചുറി. ഫ്രിക്ഷൻ മെയിൻലി എഫക്ട്സ്. ഫ്രിക്ഷൻ വരുമ്പം സ്കിൻ സർഫേസ് ആണ് ബാധിക്കുന്നത്. അപ്പോൾ സ്കിൻ്റെ പുറത്തുള്ള ലെയറാണ് ബാധിക്കുന്നത്. അപ്പം ആൻസർ ബി ആണ്. ബെസ്റ്റ് പ്രിവെൻഷൻ ഫോർ ബെഡ് സോർ. ബെഡ് സോർ പ്രിവെൻറ്റ് മെത്തേഡ് വീക്കിൽ റീപൊസിഷനിങ് ആണ്. പേഷ്യൻ്റെ പൊസിഷൻ മാറ്റിക്കൊണ്ടിരിക്കുക, തിരിച്ചും മറിച്ചും കിടക്കുന്നതാണ് ബെഡ് സോർ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. കോമൺ സൈറ്റ് ഓഫ് ബെഡ് സോർ ഇൻ സുപ്പൈൻ പോർഷൻ. പേഷ്യൻ്റ് മലന്ന് കിടക്കുമ്പം എവിടെയാണ് ബെഡ് സോർ വരാൻ സാധ്യത? പേഷ്യൻ്റെ നടുവിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ സേക്രം, ബാക്കിലുള്ള നടുവിൻ്റെ ഭാഗത്തുള്ള എല്ലിൻ്റെ അവിടെയാണ് വരാൻ സാധ്യത. ആൻസർ ബി ആണ്, സേക്രം. ഇന്റർട്രിഗോ ഈസ് കോസ്ഡ് ബൈ. ഇന്റർട്രിഗോ കോസ് ആവാൻ കഴിയും, അത് സ്കിന്നിൻ്റെ ലീഷനാണ്. അത് ഉണ്ടാവാൻ സ്കിൻ നനഞ്ഞിരിക്കുകയും സ്കിന്നിൽ ഫ്രിക്ഷൻ വരുമ്പോഴാണ് ഇന്റർട്രിഗോ വരുന്നത്. ആൻസർ ബി ആണ്. നോർമൽ യൂറിൻ കളർ ഈസ്. നോർമൽ യൂറിൻ കളർ യൂറോക്രോം ഉള്ളതുകൊണ്ട് യെല്ലോ കളറാണ്. യൂറിൻ റിട്ടൻഷൻ ഈസ്. യൂറിൻ ടെൻഷൻ വെച്ചാൽ യൂറിൻ പോകാൻ ബുദ്ധിമുട്ടുണ്ട്, യൂറിൻ പോകുന്നില്ല, അപ്പോൾ ഇനബിലിറ്റി ടു വോയിഡ്. പോളിയൂറിയ മീൻസ് ഒരുപാട് യൂറിൻ പോകുന്നു, അങ്ങനെയാണ് പോളിയൂറിയ എന്ന് പറയുന്നത്. എക്സസ് യൂറിൻ. ആൻസർ ബി ആണ്. പോളിയൂറിയ മീൻസ് യൂറിൻ കുറവാണ്, ഔട്ട്പുട്ട് കുറവാണ്. അപ്പോൾ ആൻസർ ബി ആണ്, റെഡ്യൂസ്ഡ് യൂറിൻ. ഡിസ്യൂറിയ മീൻസ് യൂറിൻ പോകുമ്പോൾ വേദന എടുക്കുന്നു, പെയിൻ എടുക്കുന്നു, അതാണ് ഡിസ്യൂറിയ. ആൻസർ ബി ആണ്, പെയിൻഫുൾ യൂറിനേഷൻ. ബെഡ് പാൻ ഈസ് യൂസ്ഡ്. ബെഡ് പാൻ എന്തിനാണ്? മോഷൻ പോകാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ആൻസർ ബി ആണ്, എലിമിനേഷൻ. യൂറിനൽ ഈസ് മെയിൻലി യൂസ്ഡ് ഫോർ. യൂറിനൽ എന്തിനാണ്? മെയിൽ പേഷ്യൻസിനാണ് സാധാരണ യൂസ് ചെയ്യുന്നത്. പേഷ്യൻറ്റ് ബാത്റൂമിൽ പറ്റുന്നില്ല, ബെഡിൽ തന്നെ യൂറിൻ പോകണമെങ്കിൽ യൂറിനൽ യൂസ് ചെയ്യും. ആൻസർ ബി ആണ്, മെയിൽസ്. പ്രോപ്പർ ക്ലീനിങ് ഡയറക്ഷൻ ഫോർ ജെനൈറ്റൽസ് ഈസ്. പേഷ്യൻ്റെ ജെനൈറ്റൽ ഭാഗത്ത് ക്ലീൻ ചെയ്യണമെങ്കിൽ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്കാണ് ക്ലീൻ ചെയ്യേണ്ടത്. കാരണം ബാക്കിൽ നിന്ന് മോഷൻ പോകുന്ന ഭാഗത്തു നിന്നുള്ള ഇൻഫെക്ഷൻ ഫ്രണ്ടിലേക്ക് വരാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്കാണ് ക്ലീൻ ചെയ്യേണ്ടത്. ആൻസർ ബി ആണ്. വൈ ഷുഡ് ലിനൻസ് ബി ക്ലീൻ ആൻഡ് ഡ്രൈ? പേഷ്യൻ്റ് ഷീറ്റൊക്കെ ക്ലീനും ഡ്രൈ ആയിരിക്കും, കാരണം അല്ലെങ്കിൽ ഇൻഫെക്ഷൻ വരും. ദിസ് കണ്ടീഷൻ ഇൻക്രീസസ് അൾസർ റിസ്ക്. അൾസറിൻ്റെ റിസ്ക് ഏതിലാണ് വരുന്നത്? അൾസറിൻ്റെ റിസ്ക് മാൽന്യൂട്രീഷൻ അല്ലെങ്കിൽ ആഹാരം കുറവാണെങ്കിൽ, പേഷ്യൻ്റിന് ന്യൂട്രീഷൻ കുറവാണെങ്കിൽ അൾസറിൻ്റെ റിസ്ക് ഉണ്ട്. ആൻസർ ബി ആണ്.
ഇമ്മൊബിലിറ്റി ലീഡ്സ് ടു അൾസർ ബിക്കോസ് പേഷ്യൻ്റ് അനങ്ങാതെ കിടക്കുകയാണെങ്കിൽ അൾസർ ഉണ്ടാവും. കാരണം നമുക്ക് സ്ഥിരമായിട്ട് ഒരു സ്ഥലത്ത് നിന്ന് പ്രഷർ വരുമ്പോൾ സ്കിൻ പൊട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആൻസർ ബി ആണ് കോൺസ്റ്റന്റ് പ്രഷർ. ഇറ്റ് ഈസ് എ കോംപ്ലിക്കേഷൻ ഓഫ് പ്രഷർ അൾസർ. പ്രഷർ അൾസർ വന്നു കഴിഞ്ഞാൽ അതിന് ഇൻഫെക്ഷൻ വരാം. ആൻസർ ബി ആണ് ഇൻഫെക്ഷൻ. വിച്ച് ഹെൽപ്സ് റെഡ്യൂസ് ഷിയർ. ഷിയർ മീൻസ് ഇങ്ങനെ ചരിഞ്ഞുള്ള ഫോഴ്സിനാണ് ഷിയർ എന്ന് പറയുന്നത്. അപ്പം ബെഡിൻ്റെ ആംഗിൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് വലിയ ആംഗിളിൽ കിടത്തി കഴിഞ്ഞാൽ ഷിയർ വരാൻ സാധ്യതയുണ്ട്. അപ്പം ആംഗിൾ ഒരുപാട് കൂട്ടാൻ പാടില്ല. ലോ ബെഡ് ആംഗിളാണ് നല്ലത്. ആൻസർ ബി. ഇപ്പോൾ പേഷ്യൻ്റ് സ്ലൈഡ് ആവത്തില്ല. സ്ലൈഡ് ആകുമ്പോഴാണ് ഷിയറിങ് വരുന്നത്. ബെസ്റ്റ് വേ ടു മെയിൻറ്റെയിൻ ഡിഗ്നിറ്റി. പേഷ്യൻ്റെ ഡിഗ്നിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നല്ലത് പേഷ്യൻ്റെ പ്രൈവസി കൊടുക്കുക, പ്രൈവസി റെസ്പെക്ട് ചെയ്യുക എന്നുള്ള. ആൻസർ ബി. ബെഡ് ബാത്ത് ഹെൽപ്സ്. ബെഡ് ബാത്ത് ചെയ്യുമ്പോൾ ബെഡിൽ തന്നെ പേഷ്യൻ്റെ സ്കിന്നൊക്കെ ക്ലീൻ ചെയ്തെടുക്കുന്നതാണ് ബെഡ് ബാത്ത് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് സ്കിൻ നന്നായിട്ട് കാണാൻ പറ്റും. ആൻസർ ബി ആണ്. വൈ ഈസ് ഓറൽ കെയർ ഇമ്പോർട്ടൻറ്റ്. ഓറൽ കെയർ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻഫെക്ഷൻ പ്രിവെൻറ്റ് ചെയ്യാനാണ്. മെയിൻറ്റെയിൻ ഓറൽ ഹൈജീൻ. ആൻസർ ബി ആണ്. ഹെയർ കെയർ ഇമ്പ്രൂവ്സ്. ഹെയർ കെയർ ഇമ്പ്രൂവ്. ഹെയർ നല്ലതായിട്ട് ക്ലീൻ വൃത്തിയായിട്ട് കോംബ് ചെയ്ത് വെക്കുകയാണെങ്കിൽ പേഷ്യൻ്റിന് ഒരു കോൺഫിഡൻസ് ഇമ്പ്രൂവ് ആവും. സെൽഫ് എസ്റ്റീം. ആൻസർ ബി ആണ്. മോയ്സ്റ്റ് സ്കിൻ നനഞ്ഞിരിക്കുകയാണെങ്കിൽ എന്താ പ്രശ്നം? സ്കിൻ ബ്രേക്ക് ഡൗൺ ആവും, മാസറേഷൻ വരും, അൾസർ ഉണ്ടാവും. ആൻസർ ബി ആണ്. ഈസ് എൻ ഏർലി സൈൻ ഓഫ് അൾസറിൻ്റെ തുടക്കം എങ്ങനെ അറിയാൻ പറ്റുന്നത്? അതൊരു സ്കിൻ നല്ല റെഡ് കളർ ആവും. അപ്പോൾ ആൻസർ ബി ആണ്, റെഡ്നെസ്. യൂറിൻ വിത്ത് ബ്ലഡ് ഈസ് കോൾഡ് ഹെമച്യൂറിയ. യൂറിനകത്ത് ബ്ലഡ് ഉണ്ടെങ്കിൽ അതിന് പറയുന്നത് ഹെമച്യൂറിയ. പ്രോട്ടീൻ ഇൻ യൂറിൻ ഈസ് കോൾഡ് പ്രോട്ടീനൂറിയ. യൂറിനിൽ പ്രോട്ടീൻ ഉണ്ടെങ്കിൽ പ്രോട്ടീനൂറിയ അത് അബ്നോർമൽ കണ്ടീഷനാണ്. ഫ്രീക്വൻറ്റ് യൂറിൻ, എപ്പോഴെപ്പോഴും യൂറിൻ പോകുന്നത് അതിനെ പറയുന്നത് പോളിയൂറിയ എന്ന് പറയും. ആൻസർ ബി ആണ്. ബെഡ് പാൻ യൂസ് ഷുഡ് നോട്ട് എക്സീഡ്. ബെഡ് പാൻ നമ്മൾ എത്ര നേരം വെക്കണം? പേഷ്യൻ്റ് മോഷൻ പോകാൻ വേണ്ടി 15 മിനിറ്റ് കൂടുതൽ വെക്കാൻ പാടില്ല. ആൻസർ ബി ആണ്. വിച്ച് റെഡ്യൂസസ് ഇൻഫെക്ഷൻ റിസ്ക്. ഇൻഫെക്ഷൻ്റെ റിസ്ക് കുറയ്ക്കണം. എന്ത് ചെയ്യണം? ബി ആണ്, ഹാൻഡ് ഹൈജീൻ. കൈ അങ്ങനെ ക്ലീൻ ചെയ്യുക. സ്കിൻ ഇൻസ്പെക്ഷൻ ഷുഡ് ബി. സ്കിന്നിൻ്റെ ഇൻസ്പെക്ഷൻ നമ്മൾ എല്ലാ ദിവസവും നോക്കണം. ആൻസർ ബി ആണ്, ഡെയിലി. വിച്ച് പേഷ്യൻ്റ് ഈസ് ഹൈ റിസ്ക്. ഹൈ റിസ്ക് പേഷ്യൻ്റ് എന്ന് പറയുമ്പോൾ ഇമ്മൊബൈൽ പേഷ്യൻ്റ്, അനങ്ങാതെ കിടക്കുന്ന പേഷ്യൻ്റ് റിസ്ക് കൂടുതൽ, ഒരുപാട് കോംപ്ലിക്കേഷൻസ് വരാൻ സാധ്യതയുണ്ട്. ആൻസർ ബി ആണ്. വിച്ച് ഇംപ്രൂവ്സ് ഹീലിംഗ്. ഹീലിംഗ്, മുറിവ് പെട്ടെന്ന് ഉണങ്ങുമെങ്കിൽ പ്രധാനപ്പെട്ട ഒരു റീസൺ എന്താണ്? ആൻസർ ബി ആണ്, ന്യൂട്രീഷൻ. നല്ല ന്യൂട്രീഷൻ ഉണ്ടെങ്കിൽ പെട്ടെന്ന് മുറിവ് ഉണങ്ങും. വിച്ച് ഈസ് നഴ്സിംഗ് റെസ്പോൺസിബിലിറ്റി. നഴ്സിംഗ് റെസ്പോൺസിബിലിറ്റി എന്താണ്? ഒന്ന്, അതിനകത്ത് മെയിൻറ്റെയിൻ ഹൈജീൻ. ഒരു ബേസിക് റെസ്പോൺസിബിലിറ്റിയാണ് ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ആൻസർ ബി ആണ്. വിച്ച് പ്രിവെൻറ്റ് ബെഡ് സോഴ്സ്. ബെഡിനകത്ത് കിടക്കുമ്പം തൊലി പൊട്ടാൻ സാധ്യതയുണ്ട്. അതിനാണ് ബെഡ് സോർ എന്ന് പറയുന്നത്. ബെഡ് സോർ വരാതിരിക്കാൻ എന്ത് ചെയ്യണം? കുഷ്യൻസ്, നല്ല കുഷ്യനായിട്ടുള്ള ബെഡിൽ കിടത്തണം. അപ്പോൾ പ്രഷർ കുറയും. ആൻസർ ബി ആണ്. വിച്ച് ഫാക്ടർ കോസസ് സ്കിൻ ഡാമേജ്. സ്കിൻ ഡാമേജ് വരാനുള്ള റീസൺ എന്താണ്? സ്കിന്നിൽ നനവുണ്ടെങ്കിൽ സ്കിൻ പെട്ടെന്ന് ഡാമേജ് ആവും. ആൻസർ ബി ആണ്. വിച്ച് ഇൻഡിക്കേറ്റ്സ് ഇൻഫെക്ഷൻ. ഇൻഫെക്ഷൻ എങ്ങനെ അറിയാൻ പറ്റുന്നത്? ആൻസർ ബി ആണ്, പസ്. വിച്ച് ഹെൽപ്പ് പേഷ്യൻറ്റ് കംഫർട്ട്. പേഷ്യൻ്റ് കംഫർട്ടായിട്ട് കിടക്കണമെങ്കിൽ അതിനെ സഹായിക്കുന്ന എന്താണ്? ക്ലീൻ ബെഡാണ്. ആൻസർ ബി ആണ്. വിച്ച് ഇസ് എലിമിനേഷൻ എയ്ഡ്. വേസ്റ്റ് കളയാൻ സഹായിക്കുന്ന എന്താണ്? ആൻസർ ബി ആണ്, ബെഡ് പാൻ. വിച്ച് പ്രിവെൻറ്റ്സ് ഓഡർ, സ്മെല്ല് വരാതിരിക്കാൻ എന്ത് ചെയ്യണം? ആൻസർ ബി ആണ്, ഹൈജീൻ, ക്ലീൻ ആയിരിക്കണം. വിച്ച് ഇംപ്രൂവ്സ് കോഓപ്പറേഷൻ. പേഷ്യൻ്റ് സഹകരിക്കുന്ന എപ്പോഴാണ്? പേഷ്യൻ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ പേഷ്യൻ്റ് കുറച്ചുകൂടെ സഹകരിക്കും. അപ്പോൾ ആൻസർ ബി ആണ്. വിച്ച് ഈസ് എ കറക്റ്റ് നഴ്സിംഗ് ആക്ഷൻ. മെയിൻ നഴ്സിംഗ് ആക്ഷൻ, കറക്റ്റ് നഴ്സിംഗ് ആക്ഷൻ ഇതാണ്, പ്രൊവൈഡ് കെയർ ആണ്. ആൻസർ ബി ആണ്. വിച്ച് റിഡ്യൂസസ് കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കണമെങ്കിൽ പ്രോപ്പർ കെയർ കൊടുക്കണം. ആൻസർ ബി ആണ്. വിച്ച് ഇൻഷുർസ് സേഫ്റ്റി ആയിട്ട് പേഷ്യൻ്റ് കാര്യങ്ങൾ ചെയ്യുന്നത് പ്രോപ്പറായിട്ടുള്ള പ്രൊസീജിയർ ചെയ്യണം. അപ്പം പേഷ്യൻ്റ് സേഫായിട്ട് ഇരിക്കും. ആൻസർ ബി ആണ്.
വിച്ച് ഈസ് ഫൈനൽ സ്റ്റെപ്പ് ആഫ്റ്റർ കെയർ. എല്ലാം ചെയ്തിട്ട് അവസാനം ചെയ്യേണ്ടതെന്ന് ഡോക്യുമെൻറ്റേഷൻ ചെയ്യണം. നമ്മളൊരു കേസ് ഷീറ്റിൽ നമ്മൾ എല്ലാം കറക്റ്റായിട്ട് എഴുതണം. അതാണ് ഫൈനൽ സ്റ്റെപ്പ്. ആൻസർ ബി ആണ്. പേഴ്സണൽ ഈ ക്വസ്റ്റ്യൻസും ഈ ടോപ്പിക്സിനെ പറ്റി നിങ്ങൾ ഒരു ഷോർട്ട് എസ്സേ റെഡിയാക്കുക. നിങ്ങൾ സ്റ്റഡി മെറ്റീരിയലിൽ നിന്ന് മിക്കവാറും ഇതിൽ നിന്നൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് വരാൻ സാധിക്കുക. ഓക്കെ, താങ്ക് യു വെരി മച്ച്.